ശ്രീരാമോത്സുങ്കേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളൗവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷനാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ, തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം, വികൽപ്പവും ഇല്ലതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളെന്നു കൽപ്പിച്ച് കൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. കന്നൽ മിഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. രാമലക്ഷ്മണന്മാരുടെ അടുത്ത് ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തിയ ശൂർപ്പണഖയെ അംഗഭംഗം വരുത്തി അപമാനിച്ച് അയക്കുകയുണ്ടായി. ശൂർപ്പണഖ ഈ വിവരം അറിയിക്കുവാൻ രാവണൻ്റെ അടുത്തെത്തുന്നു. രാവണൻ അവളുടെ പരാതി കാര്യമായി എടുത്തില്ല. അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതായിരിക്കും എന്നാണ് രാവണൻ പറഞ്ഞത്. തന്നെ അപമാനിച്ചതിന് രാവണൻ പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോൾ രാവണൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയാണ് ശൂർപ്പണഖ. അതിനായിട്ടാണ് സീതാദേവിയെപ്പറ്റി മുകളിൽ പറഞ്ഞ പ്രകാരം വർണ്ണിക്കുന്നത്. അതീവ സുന്ദരിയായ സീത എന്നൊരു സ്ത്രീ അവരോടൊപ്പമുണ്ട്, അവൾ നിൻ്റെ പത്നിയാകാൻ യോഗ്യയാണ് എന്ന് പറയുമ്പോൾ രാവണൻ അതിൽ വീഴുന്നു. സ്ത്രീകൾ രാവണൻ്റെ ദൗർബല്യമാണെന്ന് ശൂർപ്പണഖയ്ക്കറിയാം. അങ്ങനെയാണ് സീതാപഹരണത്തിനായി രാവണൻ പുറപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. നമ്മുടെ ദൗർബല്യങ്ങൾ മുതലെടുത്ത് പലരും നമ്മെ വീഴ്ത്തിക്കളയും. അത്തരം ദൗർബല്യങ്ങളെ മറികടക്കാൻ ശ്രമിക്കുക എന്ന പാഠം ഈ കഥാസന്ദർഭത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ജയ് ശ്രീറാം.